കേരളമെന്നാൽ നിരവധി പൂക്കൾ നിരന്നു നിൽക്കുമൊരുദ്യാനം. കേരളമെന്നാൽ നിരവധി പൂക്കൾ നിരന്നു നിൽക്കുമൊരുദ്യാനം. ഇവിടെ ജനിച്ചവർ, ഇവിടെ വളർന്നവർ, ഒരേക സുന്ദര സംഗീതം. ഇവിടെ ജനിച്ചവർ. ജാഥാംഗങ്ങൾ മുഴുവൻ കാലിൽ മുള്ളു തറച്ച പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇരിക്കപ്പുറത്തില്ല. കാരണം ഈ നേരായി ജാഥയുടെ അവസാനം ആയിട്ടില്ല. എങ്ങനെ അവസാനിക്കും എന്നും ബാധരായിട്ടാണ് തീരുന്നത്. കാരണം ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഇതൊരു സാധാരണ ജാഥയാവുന്ന, പക്ഷെ അല്ലാന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ആളുകളങ്ങ് തിളച്ച് മറിയാണ്. ബഹുമാന്യായ ശ്രീ മുല്ലപ്പള്ളിയോട് നന്ദി പറയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇതിനു മുമ്പാണ് പ്രസംഗിച്ചത്. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളോടും എന്നോടും പറഞ്ഞു, നിങ്ങളുടെ ജാഥയിൽ റെക്കോർഡ് ജനക്കൂട്ടമാണ് കേട്ടോ. ഞാനെല്ലാം നിരീക്ഷിക്കുന്ന ആളാണ്. റെക്കോർഡ് ജനക്കൂട്ടം. ഞാൻ വളരെയധികം സന്തോഷമുണ്ട്. രാഷ്ട്രീയ കേരളം ഇത് ദർശിച്ചു എന്ന് കാണുന്നതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് സന്തോഷം. സൗഹൃദം, സമത്വം, സമന്വയം എന്നിപ്പൊ പറയാൻ എന്താ കാരണം? അത് പറയാൻ കേരളത്തില് അർഹതയുള്ള ഒരു കൂട്ട് അത് കാലം കുറയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെ. ലോകത്ത് IS നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ നിഷ്ഠൂരമായ കൃത്യങ്ങൾ നമ്മളെ ബാധിക്കരുതല്ലോ, കേരളത്തെ ബാധിക്കരുതല്ലോ, ഇന്ത്യയെ ബാധിക്കരുതല്ലോ, പൊതുവിൽ ജനങ്ങളെ ബാധിക്കരുതല്ലോ. IS നടത്തുന്ന നിഷ്ഠൂരമായ ക്രൂരതകളും കൃത്യങ്ങളും ഒക്കെ നിങ്ങൾ കാണുന്നില്ല. അനുദിനം അതിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. ഒരു കൂട്ടർ അങ്ങനെ ഇറങ്ങിയാൽ അതിൻ്റെ ഇമ്പാക്ട്, അതിൻ്റെ ഒരു കാറ്റ് പോലും ഇങ്ങോട്ടടിക്കരുത്. ആ വക കാര്യങ്ങള് ലോകത്ത് വന്നപ്പോഴൊക്കെ ഇവിടെയൊക്കെ അതിൽ ആവേശം കൂടാൻ നോക്കിയവരുണ്ട്. ഞാൻ ആരെയും അത്ര ആ വിഷയം കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ രാജ്യത്തെ വാച്ച്ഫുള്ളായിട്ടുള്ള, അതിനൊക്കെ എതിരായി കണ്ണും ചെവിയുമൊക്കെ തുറന്നു വെച്ച് നിന്നിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് ഇവിടെ അത്തരം ശക്തികളൊക്കെ പാർട്ടി ഉണ്ടാക്കി, ഗ്രൂപ്പ് ഉണ്ടാക്കി, ലീഗിന് പകരമായി ഇങ്ങനെ കുരു കുത്തിയിട്ട് മുളപ്പിക്കാൻ നോക്കുമ്പോൾ തന്നെ ഒറ്റ അടി കൊടുക്കും ഞങ്ങൾ, ഒരു ചവിട്ട് കൊടുക്കും. അത് പിന്നെ അവിടുന്ന് വളർന്നു. ഇതുവരെ വളർന്നിട്ടില്ല. ഇതുവരെ കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു സാധനവും പച്ച തൊട്ടിട്ടില്ല. അത് സംഭവിക്കാതെ ഇരിക്കാനുള്ള കാരണം ഈ ശക്തമായ പച്ചക്കൊടി വേറെ തന്നെ ഇവിടെ ഉള്ളതാണ് അതിന് കാരണം.